ഹായ്, എല്ലാവർക്കും നെത്യസ് മാജിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് നുറുക്ക് ഗോതമ്പ് വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു കേക്ക് ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് വെച്ചുള്ള കേക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു കപ്പിന് 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്കൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. 2-3 വെള്ളത്തിൽ നന്നായി ഒന്ന് കഴുകിയെടുക്കാം. ഞാനിതിപ്പോൾ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുതിർക്കാനായിട്ട് വെക്കണം. അപ്പം ഞാനിവിടെ തിളച്ച വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ 1 മണിക്കൂർ നമ്മളിത് കുതിർക്കാനായിട്ട് വെച്ചാൽ മതി. അതല്ല നിങ്ങൾ നോർമൽ വാട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 2-2.5 മണിക്കൂറോളമൊക്കെ ഇത് കുതിർക്കാനായിട്ട് വെക്കണം കേട്ടോ. കാരണം ഇത് നമുക്ക് നല്ല മഷി പോലെ അരച്ചെടുക്കാനുള്ള, അപ്പോൾ നന്നായി കുതിർന്ന് കിട്ടിയാലേ നമുക്ക് അങ്ങനെ അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു 1 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്കിത് ബാക്കി ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാൻ വെള്ളമൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല രീതിയിൽ കുതിർന്ന് വന്നാൽ മാത്രമേ നമുക്കിത് മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ നല്ല മഷി പോലെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ തരിയായിട്ട് കിടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നല്ല രീതിയിൽ കുതിർന്ന് വന്നതിന് ശേഷമേ നമ്മളിത് അരച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പം ഞാനിപ്പോൾ നുറുക്ക് ഗോതമ്പ് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമ്മൾ ശർക്കര പാനി ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വെള്ളമല്ല യൂസ് ചെയ്യുന്നത്, ശർക്കര പാനിയിലാണിത് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 1/4 കപ്പ് ശർക്കര പാനി എടുത്തിട്ടുണ്ട്. ഉരുക്കിയതിന് ശേഷമുള്ള ക്വാണ്ടിറ്റിയാണ് ഞാൻ പറയുന്നത്, ശർക്കര ഉരുക്കിയെടുത്തതിന് ശേഷമുള്ള ക്വാണ്ടിറ്റി. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ശർക്കര എടുക്കുക. അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ പകുതിയെ ചേർക്കുന്നുള്ളൂ. ഒന്ന് അരച്ചതിന് ശേഷം നമുക്ക് ബാക്കി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു ഫ്ലേവറിനായിട്ട് ഏലക്കായ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കായുടെ പൊടി എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ കുരു മാത്രമേ ചേർക്കുന്നുള്ളൂ. ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ ഏലക്കായ ഇല്ലെങ്കിൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഏലക്കായ ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒരു സ്വാദാണ്. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡ. അപ്പോൾ ബേക്കിംഗ് സോഡ നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സംഭവമാണ്. അപ്പോൾ 1 നുള്ള് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് നമുക്കിത് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നെയ്യാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നെയ്യ് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഓയിൽ യൂസ് ചെയ്യാം, ബട്ടർ യൂസ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഞാനിപ്പോൾ നെയ്യാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസൊക്കെ പോകാനായിട്ട് നമ്മൾ മിക്സിയിൽ ചെയ്തെടുത്തുകൊണ്ട് നല്ല എയർ ബബിൾസ് ഉണ്ടാകും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിതിൽ കുറച്ച് കാഷ്നട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ഓപ്ഷണലാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് കുറച്ച് വെള്ള എള്ളാണ്. അപ്പോൾ അതും ഓപ്ഷണലാണ്. കയ്യിലുള്ളത് കൊണ്ട് മാത്രം ഞാൻ ചേർക്കുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോയൊക്കെ എടുക്കുമ്പം കുറച്ചൊരു ഭംഗി കിട്ടാനായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇവിടെ കുക്കറിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഓവൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാം. അപ്പോൾ ഇതിന് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇത് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കർ ഓൾറെഡി 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കുക്കറിൽ ഉപ്പോ മണലോ അങ്ങനെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒരു റിങ് വെച്ചിട്ട് ഇറക്കി വെച്ചാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ കുക്കറിന് കംപ്ലൈൻ്റ് ഒന്നും വരില്ല കേട്ടോ നമ്മളങ്ങനെ ചെയ്യുകയാണെങ്കിൽ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുക്കറിൽ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ കുക്കറിന് വാഷറിൻ്റെ ആവശ്യമില്ല, അതുപോലെ തന്നെ വിസിലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊരു 45 to 50 മിനിറ്റ്സോളം എടുക്കുന്നത് നന്നായി ബേക്കായി കിട്ടാനായിട്ട്. പിന്നെ ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്യാം. എന്നിട്ട് നോക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബേക്കിംഗ് സോഡ മാത്രമല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്.
കണ്ടോ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അത് ക്ലീനായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് 10 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇത് നമുക്ക് നന്നായി തണുത്തതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കത്തി കൊണ്ട് ജസ്റ്റ് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ഡീമോൾഡായി കിട്ടാനായി. അപ്പോൾ സാധാരണ നമ്മൾ കേക്ക് ഞാൻ ഇങ്ങനെ ബേക്ക് ചെയ്യുമ്പോൾ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരും അത് ബേക്ക് ആകുന്ന ടൈമിൽ. പക്ഷേ ഇതങ്ങനെ വന്നില്ല കേട്ടോ, എന്താണെന്നറിയില്ല. പക്ഷെ നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ വിട്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് നല്ല കേക്കിൻ്റെ ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, കാണാനും നല്ല ഭംഗിയില്ലേ. ഭംഗി മാത്രമല്ല കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കാരണം നമ്മളിതിൽ ഷുഗറൊന്നും യൂസ് ചെയ്തിട്ടില്ല. നുറുക്ക് ഗോതമ്പ് ഒരുപാട് ഫൈബർ കണ്ടൻ്റുള്ള സംഭവമാണ്. അതുപോലെ തന്നെ ശർക്കരയാണ് പിന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഇത് കഴിക്കുമ്പോൾ നമ്മൾ കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് പ്രതീക്ഷിക്കരുത് കേട്ടോ. കാരണം കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ലെവൽ വേറെ, ഇതിൻ്റെ ലെവൽ വേറെ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് നമ്മൾ ഒരിക്കലും ഈ ഒരു ഐറ്റത്തിന് പ്രതീക്ഷിക്കരുത്. ഇത് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ആ ടേസ്റ്റ് എങ്ങനെ എനിക്ക് പറഞ്ഞു തരാമെന്നറിയില്ല. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ തന്നെ അറിയിക്കാൻ മറക്കരുത്. കണ്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളുടെ ചാനലിൽ ഇതിന് മുമ്പ് നുറുക്ക് ഗോതമ്പ് വെച്ച് ചെയ്യുന്ന ഒരുപാട് റെസിപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കാണുക, ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.